ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെ, തമിഴ്നാട് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡ്. ഇതെന്താ ഇവിടെ പറയാൻ ആവശ്യമെന്ന് ചോദിക്കും. എന്നാൽ വളരെയധികം ആവശ്യമുണ്ട്, അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളെ മുൻപൊക്കെ ഇത് അറിയാവുന്നവര് അപേക്ഷിച്ചിട്ടുണ്ടാവും. ഇതിനു മുമ്പേ അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ വിളിച്ചിരുന്നു, അപേക്ഷിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ടീച്ചേഴ്സിനെ ഏകദേശം 1996 ടീച്ചേഴ്സിനെ TRB എന്ന് പറയുന്ന ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് തമിഴ്നാട് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളെ അറിയിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നും വളരെ പെട്ടെന്ന് തന്നെ ഓർഡറിൽ പറഞ്ഞു തരാം. ഓക്കെ, അതിനുശേഷം ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്താണെന്നും ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഓരോ പോസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ജസ്റ്റ് നിങ്ങൾ trb.tn.gov.in ഇവിടെ കിടപ്പുണ്ട് അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. തമിഴ്നാട് ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അതിന്റെ റൈറ്റ്സ് എല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് വരുന്ന ഈ അനൗൺസ്മെന്റ് ആൻഡ് പ്രസ് റിലീസ് എന്ന് പറയുന്നതിൽ ആദ്യമായിട്ട് വരുന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതില് ഇത് തന്നെയാണ്, ദ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഗ്രാജുവേറ്റ് അസിസ്റ്റന്റ് ഫിസിക്കൽ ഡയറക്ടർ ഗ്രേഡ് 2 ആൻഡ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ് 2025. ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 10 ജൂലൈയിൽ വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെപ്രാളപ്പെടരുത്, ടൈം കൂടി പോകും. നിങ്ങൾ ആഗ്രഹമുള്ളവരെ ടീച്ചർ പോസ്റ്റിലേക്ക് 2026 ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുവാനും ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഇനി ഇതിന്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1996 പോസ്റ്റ് വിളിച്ചിരിക്കുന്നതിൽ 30% ഗേൾസിന് റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. അതായത് സെപ്പറേറ്റ് ഗേൾസിന് വേണ്ടി വുമൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ് 30%. ബാക്കി 70% ബോത്ത് മെൻ ആൻഡ് വുമൻ ജനറൽ കാറ്റഗറിക്കും റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ പറഞ്ഞുതരാം. തമിഴ് അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന കുറെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വരും. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ കേരളത്തിലോട്ട് വന്നൊരു തമിഴ്നാട്ടിലെ ഒരാൾ എങ്ങനെയാണ് PSC അപ്ലൈ ചെയ്യുന്ന അതേ പ്രൊഫഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിലൊന്നും വലിയ വ്യത്യാസമില്ല. അതിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സാധനം നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ആ നോട്ടിഫിക്കേഷൻ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്. ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് അസിസ്റ്റന്റ് ഫിസിക്കൽ ഡയറക്ടർ ഗ്രേഡ് 1 കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 in school education and other departments in the Tamil Nadu Higher Secondary Education Service 2025. ഓക്കെ, അപ്പം ഏകദേശം 1996 വേക്കൻസിയാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, 1996 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതില് 916 ഇപ്പോൾ ഉള്ള കറണ്ട് വേക്കൻസിയും 80 എണ്ണം ബാക്ക്ലോഗ് ആയിട്ടുള്ള വേക്കൻസിയാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ KVS ടീച്ചേഴ്സിന്റെ KVS എല്ലാ ബാച്ചും KVSനുള്ള PRT, അതുപോലെ തന്നെ TGT, അതുപോലെ തന്നെ PGT, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഇതെല്ലാ ബാച്ചിന്റെയും അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ പോകുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ
77 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ക്ലാസ് റെക്കോർഡ് ഫുൾ ലൈവ് ആണ്, ലൈവ് പ്ലസ് റെക്കോർഡാണ്. നിങ്ങൾക്ക് ആപ്റ്റാവുന്ന സമയത്തിലായിരിക്കും ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ അതിനോടൊപ്പം PDF നോട്ട്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനോടൊപ്പം ഈ KVS ഉടനെ തന്നെ വിളിക്കും. അപ്പൊ അതിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉടനെ തന്നെ പുതിയൊരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. EMRSന്റെ PGT, അതുപോലെ തന്നെ NBSന്റെ വേക്കൻസി, ഇതെല്ലാം ഈ ജൂലൈയിൽ തന്നെ നോട്ടിഫൈ ചെയ്യും. അപ്പൊ എല്ലാത്തിനും ഒരു ഗുണമായിട്ട് മാറുകയും ചെയ്യും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ LPUP ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, RRB ടീച്ചർ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. വീണ്ടും നമ്മുടെ കാര്യത്തിലേക്ക്. അപ്പം ഇതിന്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ 10/7/2025 ആണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ മോഡ് 12/8/2025 ആണ്. എഡിറ്റ് ഓപ്ഷൻ 13/8/2025 ടു 16/8/2025 ആണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 28/9/2025 ആണ്. ഇനി അതിന്റെ സിലബസ് എന്താണ്, എന്തൊക്കെ പഠിക്കണം, എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിൽ വിവരിച്ചു തരാം. ബാക്കിയുള്ള വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ, റിസർവേഷൻ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു നോക്കിയിട്ട് അതാത് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും, ഏതെല്ലാം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം, ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, സൈൻ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്ത് ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഇനി ഇതില് നിങ്ങൾക്കൊരു ഡൗട്ട്സ് ആയിട്ട് തോന്നിയൊരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പറയാൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും. അപ്ലൈ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, എല്ലാ സ്റ്റേറ്റുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാനിപ്പം ഇവിടെ പറഞ്ഞു തരാം. ഓക്കെ, ഓക്കെ, സോറി, ഓക്കെ, ഓക്കെ. അഡ്രസ് ഇതാണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അഡ്രസ് ഈ അഡ്രസ് വഴിയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഡേറ്റും കാര്യമെല്ലാം ഞാൻ പറഞ്ഞതാണ്. വേക്കൻസിയുടെ എണ്ണം ഞാൻ പറഞ്ഞതാണ്. ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പ്ലസ്, അതായത് പോസ്റ്റ് അറ്റ്ലീസ്റ്റ് 50% മാർക്കോട് കൂടിയുള്ള PGയും പോസ്റ്റ് ഗ്രാജുവേഷനും BEdുമാണ്. CTETന്റെയോ കാറ്ററ്റിന്റെയോ നെറ്റിന്റെയോ സെറ്റിന്റെയോ ഒന്നും ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറിന് അപ്ലൈ ചെയ്യുന്നതിനും PG ആണ്, അതിൽ BEd വേണ്ട. PG ഉള്ളവർക്ക് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ഗ്രേഡ് 1ലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ ഡയറക്ടർ ഗ്രേഡ് 1ലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി BPEd 50% മാർക്ക് വേണം. അതുപോലെ തന്നെ MBEd വേണം കേട്ടോ, അതിന്റെ മാസ്റ്റർ ഡിഗ്രിയും വേണം. ഓക്കെ, BPEdന്റെ ബാച്ചുലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും വേണം, മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും വേണം. പിന്നെ സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്, ഡിഫറെന്റ്, അതായത് സ്പെഷ്യൽ ടീച്ചർ, അതും ആ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ 50% മാർക്ക്. ഓക്കെ, പിന്നെ അതിന്റെ BEdും ഉണ്ടായിരിക്കണം. ഓക്കെ, വിഷ്വലി ആൻഡ് ഹിയറിംഗ് ഇമ്പയർഡ് ആണ് വിളിച്ചിരിക്കുന്നത്. വിഷ്വലി ആൻഡ് ഹിയറിംഗ് ഇമ്പയർഡ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇനി ഓരോ കാര്യം എടുത്ത് പറയണേ, ഇതിൽ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അലവൻസ് എന്ന് പറയുന്നത് 1/7/2025 കണക്കാക്കിയാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. അതിന്റെ ഏജ് എന്ന് പറയുന്നത് ജനറലിന് 53 വയസ്സാണ് കേട്ടോ. ജനറലിന് 53 വയസ്സും SC/ST ബാക്കിയുള്ള റിസർവ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, വിഡോസ് ഉൾപ്പെടെ, ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ് ഉൾപ്പെടെ അവർക്കെല്ലാം 58 വയസ്സാണ് കേട്ടോ. ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ 58 വയസ്സ്. അപ്പൊ ഒന്നും നോക്കണ്ട, PSC എഴുതി ഏജ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവര് നിങ്ങൾക്ക് പഠിക്കുവാൻ തയ്യാറാണോ? ഇതിന് ശേഷം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്തിനും കൂടി നിങ്ങൾ തയ്യാറാകണോ എന്നുള്ളത്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഗേൾസ് ആണെങ്കിൽ 30% റിസർവേഷൻ ഉണ്ട്, മറ്റുള്ള കൂടെ അല്ല, ജനറലിന്റെ കൂടെ അല്ലാതെ ഗേൾസിന് മാത്രമായിട്ട് 30% റിസർവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ ഓക്കെ. ഇനി നേരത്തെ കാണിച്ച പിന്നെ അതിന്റെ ജനറലിന്റെ ഫീസ് ഒക്കെ പറഞ്ഞിട്ട് ജനറൽ 600 രൂപയും SC/ST മറ്റ് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 300 രൂപയാണ് ഫീസ്. അതെല്ലാം നമ്മുടെ നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തമിഴ് ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തമിഴ് ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റ്. 30 ക്വസ്റ്റ്യൻസ്, ഓക്കെ, 50 മാർക്ക്, 30 മിനിറ്റ്സ്, അതിന് 40% മാർക്ക് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ പ്രൊവിഷൻ. അപ്പൊ നിങ്ങൾ ഞെട്ടും, ഞാൻ തമിഴ് പഠിക്കണമോ? ഈ തമിഴാണോ? തമിഴ് ടെസ്റ്റ് ഞാൻ എങ്ങനെ എഴുതും? പറഞ്ഞു തരാം, അവിടെ നിൽക്കട്ടെ. ഇത് ഒരിക്കലും നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ എലിജിബിലിറ്റിയുടെ കൂടെ കണക്കാക്കത്തില്ല. എലിജിബിലിറ്റിയുടെ കണക്കാക്കുന്ന എക്സാം എന്ന് പറയുന്നത് മെയിൻ റിട്ടൺ എക്സാംസ് എന്ന് പറയുന്നത് CBT OMR ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറുള്ള 109 ക്വസ്റ്റ്യനുള്ള 109 മാർക്കിനുള്ള എക്സാംസ് ആണ്. അതില് നമ്മുടെ സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ മെത്തഡോളജി ഉണ്ടായിരിക്കും, ജനറൽ നോളജ് ഉണ്ടായിരിക്കും. ഇനി മിനിമം ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 50% മാർക്ക്, 150-ന് 50%, 75 മാർക്ക് വാങ്ങിക്കണം. SCക്ക് 45%, 150-ന്റെ 45%, STക്ക് 40% മാർക്ക് മതി എന്നുള്ളത്. ഓക്കെ. പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കടമ്പകൾ എന്ന് പറയുന്നത്. ഇനി ബോർഡിലേക്ക് വരാം. ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നില്ലേ, തമിഴ് ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നടത്തും. അപ്പൊ നിങ്ങൾ പാസ്സാവണം. നിങ്ങള് പരീക്ഷ 2 മാധ്യമത്തിലുണ്ടായിരിക്കും, ഇംഗ്ലീഷിലും തമിഴിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എഴുതാമല്ലോ, സുഖമായിട്ട് എഴുതാം. ഇനി നിങ്ങൾ എഴുതി ഈ പറയുന്ന മെയിൻ റിട്ടൺ എക്സാമിന് കറക്റ്റ് മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ പാസ്സായി ജോലി കിട്ടുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 2 വർഷം തരും. 2 വർഷത്തിനുള്ളിൽ 2 ഇയർ, ഓക്കെ, നിങ്ങളുടെ പ്രൊബേഷൻ കഴിയുന്നത് 2 ഇയറിന് മുമ്പിൽ നിങ്ങൾ ഈ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സെന്റൻസ് പറയുന്നത് അഡിക്വേറ്റ് നോളജ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നൊരു സെന്റൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. അപ്പം തമിഴ് അറിയണമെന്നുണ്ട്. തമിഴ് അതായത് 2 വർഷത്തിനുള്ളിൽ തമിഴ് അറിഞ്ഞാൽ മതി. അതായത് അപ്പോയിന്റ്മെന്റ് കിട്ടി 2 വർഷത്തിനുള്ളിൽ ഈ TNPSC തമിഴ്നാട് PSC നടത്തുന്ന തമിഴ്നാട് നമ്മളിപ്പോ കേരള PSC ആണെങ്കിൽ കേരള PSC അങ്ങനെ നടത്തുന്നുണ്ട്. മലയാളം അറിഞ്ഞുകൂടാത്തവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഇല്ല. പരീക്ഷ എഴുതാം. 2 വർഷത്തിനുള്ളിൽ കേരള PSC നടത്തുന്ന മലയാളത്തിന് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സായത്. അതുപോലെ തന്നെയാണ് തമിഴ്നാട് PSCയും. തമിഴ്നാട് PSCയില് TNPSC നടത്തുന്ന സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ്, സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. അത് പാസ്സായാൽ മതി. ഈ നിങ്ങൾക്ക് ജോലി കിട്ടി 2 വർഷത്തിനുള്ളത് പഠിച്ച് പാസ്സായ വളരെ സിമ്പിൾ ആണ്. തമിഴ് ലാംഗ്വേജ് പഠിക്കാൻ മറ്റു ലാംഗ്വേജുകളെക്കാളും വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിൽ താല്പര്യമുള്ളവര്, PG ക്വാളിഫിക്കേഷൻ ഉള്ളവര്, ഈ ഒത്തിരി, അതായത് ഓർത്തോളം 1996 വേക്കൻസിയാണ്. പലതിലും ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. ഓക്കെ. അപ്പം ഇത് ബോർഡെന്ന് കേട്ടിട്ടും ഞെട്ടരുത്. നമ്മുടെ കേരളത്തിലുള്ളത് പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഗവൺമെന്റ് സെലക്ഷൻസ് നടത്തുന്നത് അതാത് സംസ്ഥാനത്തിലുള്ള റിക്രൂട്ട്മെന്റ് ബോർഡുകളാണ്. അവിടെയൊക്കെ PSC ഉണ്ട്. അതാത് സംസ്ഥാനങ്ങളിലെ PSC ഉണ്ടെങ്കിലും ഓരോ ടെസ്റ്റുകൾ നടത്തുന്ന അതാത് ബോർഡുകളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് തമിഴ്നാട് നടത്തുന്നത്. ഓക്കെ. ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ മുമ്പ് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു ആശ്ചര്യം തോന്നാം. പക്ഷെ എല്ലാ വർഷവും ഇങ്ങനെ വിളിക്കുന്നതാണ്. ധാരാളം പേര് എഴുതാറുണ്ട്. അതിൽ പഠിക്കുന്നവര് ഇങ്ങനെ ജോലി കിട്ടി പോകാറുണ്ട്. അവര് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എഴുതി എടുക്കാറുമുണ്ട്. ഓക്കെ. അപ്പം സാധാരണ എന്താ പറയാ, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതെല്ലാവരും നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളെ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെങ്കിലും ദയവായിട്ട് ഈ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എത്രയുമാണ് ഇതിൽ പറയേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇതിന്റെ തുടർന്ന് തന്നെ ഒത്തിരി നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ NVS നവോദയ വിദ്യാലയ, അതുപോലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, അതുപോലെ കുറച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളുടെ കാര്യങ്ങള്, പിന്നെ നമ്മുടെ LP UP പരീക്ഷ എഴുതാൻ നിൽക്കുന്നവർ, അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ, ലാംഗ്വേജ് ടീച്ചറിന് UP LP ഭാഷാ അധ്യാപകർ വരാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ പുതിയ ഓർഡറുകൾ വന്നിട്ടുണ്ട്. ചിലർക്ക് വിഷമമുണ്ടാവാം,
ചിലർക്ക് അത് ഗുണമല്ലാതെ അനുഗുണമായും ഒക്കെ വരാം. ഓക്കെ, അതൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്തെങ്കിലും ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഇതിൽ കവിഞ്ഞ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ, ഞാൻ ഈ പറഞ്ഞ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചോ വിളിച്ചോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള KVS-നും KTET-നും CTET-നും ഒക്കെ അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ളവർ KVS-ന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CTET-ന്റെ അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. RRB ടീച്ചർ, LP UP ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ പോസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളതുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിലനിൽച്ച് നിൽക്കുന്ന നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ഏജ് റിലാക്സേഷനും, ഇനി എന്തൊക്കെ സബ്ജക്ട്സ് ആണെന്നുള്ളത്, ഇംഗ്ലീഷ്, തമിഴ്, മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇത് കൂടാതെ മറ്റുള്ള സബ്ജക്റ്റുകളും ഉണ്ട് ഈ 1996 വേക്കൻസിയിൽ. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഏജിന്റെ കാര്യവും, രണ്ടാമത്തത് ജോലി കിട്ടിയതിന് ശേഷം ഓക്കെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് പാസ്സായാൽ മതി. ഓക്കെ എന്നുള്ള കാര്യമാണ്. ഏത് ടെസ്റ്റാണ്? ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്വന്തം നാട്ടിലോ സ്വന്തം വീടിന്റെ അടുത്തോ സ്വന്തം പുരയിടത്തിലോ ജോലി കിട്ടണമെന്നല്ല നമ്മൾ നോക്കേണ്ടത്. എവിടെയും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ഏതെങ്കിലും നല്ലൊരു ജോലി കിട്ടുക. ഓക്കെ, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മതിയല്ലോ. അത്യാവശ്യം സാലറി കിട്ടും, അല്ലെ, ഞാൻ നോർമൽ പറയുന്നത് അത്യാവശ്യം സാലറി കിട്ടും, അതുകൊണ്ട് കുടുംബമായിട്ട് വളരെ സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു പോയാൽ മതി. അപ്പൊ എവിടെ ജോലി വേണമെന്നൊരു ഇഷ്യൂസ് ഇല്ല. എവിടെ ഇരുന്നാലും ജോലി എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ചു ചോദിക്കുക, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക. തീർച്ചയായിട്ടും എല്ലാത്തിനും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, എനിവേ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.